എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് റേഷൻ വിതരണം ഇന്ന് ജൂലൈ 2-ാം തീയതി ബുധനാഴ്ച മുതലാണ് ആരംഭിച്ചത്. ഈ മാസം നീല വെള്ള റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നീല വെള്ള റേഷൻ കാർഡുള്ളവരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ആദ്യത്തെ അറിയിപ്പ്, നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ജൂലൈ മാസം പ്രഖ്യാപിച്ചിട്ടുള്ള വിഹിതങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യ റേഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്ന പിങ്കിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസം ലഭിക്കുന്ന വിഹിതങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. NPS പൊതുവിഭാഗം സബ്സിഡി നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിൽ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിലാണ് ലഭിക്കുന്നത്. അത് പതിവ് പോലെയുള്ള വിഹിതമാണ്. എന്നാൽ മുമ്പില്ലാത്ത വിധത്തിൽ ഈ മാസം 3 കിലോ ഗോതമ്പ് കൂടി നീല റേഷൻ കാർഡിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 രൂപ 70 പൈസ നിരക്കിലാണ് നീല റേഷൻ കാർഡുള്ളവർക്ക് ഗോതമ്പ് ലഭിക്കുക. ഇതിന് പുറമെ 4 ആട്ട 17 രൂപ, ഒരു ആട്ടയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കുന്നതുമാണ്. പൊതുവിഭാഗം NPNS നോൺ സബ്സിഡി നോൺ പ്രയോറിറ്റി വെള്ള വിഭാഗം റേഷൻ കാർഡിന് 4 കിലോ അരിയാണ് റേഷൻ കാർഡിൽ മൊത്തമായിട്ട് അനുവദിച്ചിട്ടുള്ളത്. 1 കിലോക്ക് 10 രൂപ 90 പൈസ നൽകണം. അതാത് താലൂക്കിലെ ലഭ്യതക്കനുസരിച്ച് 4 കിലോ ആട്ട വരെ ലഭിക്കുന്നതാണ്. ഒരു ആട്ടക്ക് 17 രൂപ നിരക്കിലും നൽകണം. അപ്പോൾ ഈ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കാണ് ഏറ്റവും കുറഞ്ഞ വിഹിതങ്ങൾ ലഭിക്കുന്നത്. വെള്ള റേഷൻ കാർഡിനാണ് ഏറ്റവും കുറഞ്ഞ വിഹിതം ലഭിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് മുൻഗണന റേഷൻ കാർഡ് ലഭിക്കണമെങ്കിൽ അതിന് അപേക്ഷ വിളിക്കുന്ന സമയത്ത് തന്നെ അപേക്ഷ നൽകേണ്ടതുണ്ട്. ഏറ്റവും പാവപ്പെട്ട ആളാണ്, വാടക വീട്ടിലാണ് എങ്കിൽ പോലും പുതിയൊരു റേഷൻ കാർഡ് ഉണ്ടാക്കുമ്പോൾ വെള്ള വിഭാഗം റേഷൻ കാർഡാണ് ലഭിക്കുന്നത്. പിന്നീട് ഇത്തരം അവസരങ്ങൾ വരുമ്പോൾ അപേക്ഷിച്ച് മാറ്റണം. ഇപ്പോൾ ജൂൺ 27-ാം തീയതി മുതൽ ജൂലൈ 17-ാം തീയതി വൈകുന്നേരം 5 മണി വരെ ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സിറ്റിസൺ ലോഗിൻ വഴിയും ഓൺലൈൻ അപേക്ഷ നൽകാൻ വേണ്ടി സാധിക്കും. VD സതീശൻ സർക്കാർ വന്നതിന് ശേഷമുള്ള ആദ്യ മുൻഗണനാ അപേക്ഷയാണ് ക്ഷണിച്ചിട്ടുള്ളത്. ഓണത്തിന് മുമ്പ് 1.5 ലക്ഷം പേർക്ക് കൂടി മുൻഗണനാ വിഭാഗമായ പിങ്ക് റേഷൻ കാർഡ് നൽകുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ പെടാത്ത എല്ലാ മുൻഗണനേതര വിഭാഗമായിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡുള്ളവരും മുൻഗണനാ വിഭാഗത്തിന് വേണ്ടി അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അർഹതയുള്ള പല ആളുകളും മുമ്പ് അപേക്ഷിച്ചിട്ടും കിട്ടാത്ത നിരവധി പേരുണ്ട്. അങ്ങനെയുള്ളവരും അപേക്ഷിക്കുക. പല ആളുകളും അപേക്ഷിച്ചിട്ടും കിട്ടാത്തത് കൊണ്ട് പിന്നീട് അവസരങ്ങൾ വരുമ്പോൾ അപേക്ഷിക്കാറില്ല. എന്നാൽ ഇപ്പോൾ കൂടുതൽ ഒഴിവുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. മൊത്തം ഒഴിവിന്റെ അടിസ്ഥാനത്തിലാണ് മൊത്തം ലഭിക്കുന്ന അപേക്ഷകൾ മുൻഗണന വെച്ച് ആർക്കാണ് കൂടുതൽ അർഹത അവർക്ക് നൽകുന്നത്. എന്നാൽ ഇപ്പോൾ കൂടുതൽ ഒഴിവുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ അപേക്ഷ വന്നാലും ഇതിൽ ഉൾപ്പെടാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകുന്ന BPL ലിസ്റ്റിന് അർഹനാണ് എന്ന് തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രം അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയാണ് എങ്കിൽ എന്തായാലും പിങ്ക് റേഷൻ കാർഡ് ലഭിക്കും. അപ്പൊ അത് കിട്ടാൻ വേണ്ടി ആദ്യം തദ്ദേശ സ്ഥാപനത്തിൽ അപേക്ഷ നൽകുകയും ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ് എങ്കിൽ അപേക്ഷയോടൊപ്പം ആ ഒരു സർട്ടിഫിക്കറ്റ് കൂടി അറ്റാച്ച് ചെയ്യുകയാണ് എങ്കിൽ BPL കാർഡ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസം റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന സാധനങ്ങൾ എന്തെല്ലാം പറഞ്ഞു, അതുപോലെ തന്നെ സബ്സിഡി സാധനങ്ങളും സബ്സിഡി ഇതര സാധനങ്ങളും സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്നതാണ്. ലോകകപ്പ് ഓഫർ സബ്സിഡി ഇതര സാധനങ്ങൾക്കുണ്ട്. ആവശ്യക്കാർ അതെല്ലാം പ്രയോജനപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.